കൊള്ളാവടാ, കൊള്ളാം. പൊന്നുപോലെ നോക്കി വളർത്തിയ മകൾ ഒളിച്ചോടിപ്പോയത് അച്ഛനെ ആഘോഷപൂർവ്വം അറിയിക്കണം. ഇതിനാണോടാ നിന്നേക്ക് ഞാൻ ഇതുവരെ നോക്കി വളർത്തിയത്? മിണ്ടരുത്, മിണ്ടരുത്. നിന്നെ വിശ്വസിച്ച എന്റെ മക്കളെ ഞാൻ അന്ന് നിന്റെ കൂടെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. അവരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അച്ഛനായി എന്നെ തിരിച്ചേൽപ്പിക്കേണ്ട കടമ നിനക്കുണ്ട്. അത് മറക്കരുത്. മഞ്ചാടി മോളെ അന്ന് മുതൽ കാണാതായിട്ടും നിനക്ക് ഇവിടെ എങ്ങനെ വന്ന് കിടന്നുറങ്ങാൻ കഴിഞ്ഞൂടാ? ഇത്രയും ഉത്തരവാദിത്വം ഇല്ലാത്ത നിന്റെ കയ്യിലായിരുന്നോടാ ഞാൻ എന്റെ മക്കളെ ഏൽപ്പിച്ചത്? അച്ഛാ, അച്ഛന്റെ മോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയതിന് രഘുവേട്ടൻ എന്തിനാ അച്ഛൻ കുറ്റം പറയുന്നേ? അന്ന് അവരെയും കൊണ്ട് ഇവിടുന്ന് പോയ രഘുവേട്ടൻ രണ്ടുപേരെ സുരക്ഷിതമായിട്ട് അനുപമയുടെ വീട്ടിൽ കൊണ്ടെത്തിച്ചില്ലേ? അതിലപ്പുറം രഘുവേട്ടൻ എന്ത് ഉത്തരവാദിത്വം ചെയ്യേണ്ടത്? നിങ്ങൾ മിണ്ടരുത് മനുഷ്യ. മഞ്ചാടി പോയതേ അനുപമയുടെ വീട്ടിൽ വെച്ച അനിയത്തെയും കൂടെ നോക്കാൻ വേണ്ടിയല്ലേ അച്ഛൻ അവൾക്കൊരു വീട് വാങ്ങിച്ചു കൊടുത്തത്? അവിടെ പോയി അച്ഛന്റെ മോൾക്ക് കാവലിരിക്കേണ്ട കാര്യമൊന്നും രഘുവേട്ടനില്ല. നിർത്ത്. നീ ഇത്രയൊക്കെ പറയാൻ അമ്മ നിന്നോട് വല്ലതും പറഞ്ഞോ? നിങ്ങൾ എന്നോട് മിണ്ടണ്ട. എല്ലാ പഴി എന്റെ ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കണോ അച്ഛാ? നീ അച്ഛനോട് ക്ഷമിക്ക്, നീ ക്ഷമിക്ക്. ഞാൻ രഘുവിനെ പഴിച്ചതല്ല, എന്റെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയതാ. മഞ്ചാടി പോയത് ആരുടെയും കുറ്റം കൊണ്ടല്ല, എന്റെ കഴിവില്ലായ്മ കൊണ്ട്. എന്റെ മോളെ സൂക്ഷിക്കേണ്ടിരുന്നത് ഞാനായിരുന്നു, ഞാൻ മാത്രം. അമ്മ വിഷമിക്കരുത്. അമ്മാവനെ ഒന്നും അറിയിക്കാതെ മഞ്ചാടി തിരിച്ചെത്തിക്കാൻ ഞങ്ങൾ എല്ലാവരും പരമാവധി ശ്രമിച്ചു. പക്ഷെ അവൾ പിടി തന്നില്ല അമ്മാവ. അവൾ നമ്മളെല്ലാരും തോൽപ്പിച്ചു കളഞ്ഞു. ഇല്ല, അങ്ങനെ നമ്മൾ തോറ്റ് പിന്മാറിയ അത് നമ്മുടെ കുഞ്ഞിന്റെ നാശത്തിന് മാത്രമായിരിക്കും. നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല രഘു, പാടില്ല. അറിവില്ലായ്മ കൊണ്ട് മക്കൾക്ക് പല തെറ്റുകളും പറ്റും. അത് തിരുത്തി അവരെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് ഒരച്ഛനായി എന്റെ കടമയാണ്. അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ ഉടനെ തന്നെ ചെയ്യണം. ഞാൻ അങ്ങോട്ട് പോവാ. അമ്മ, ഞങ്ങളും വരാം. നമ്മളെല്ലാരും ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചതല്ലേ? അമ്മാവനോട് ഇരിക്കേ, നമുക്ക് ഒരുമിച്ച് പോവാ. അമ്മളി, നീ പെട്ടെന്ന് പോയി റെഡിയാവാൻ നോക്ക. മോളെ സരോജിനെ ഏൽപ്പിച്ചിട്ട് നീ അവരെ വിളിച്ച് വേഗം വരാൻ പറ. നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്തണം. പെട്ടെന്ന് ഇറങ്ങി വാ. എന്റെ മോൾ, എന്റെ ഈശ്വര.